നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രോമാഞ്ചം നിറയ്ക്കുന്ന വാർത്തകൾ കേട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഉണർന്നത്. എന്നാൽ പാകിസ്ഥാന് കണ്ണീരിന്റെ തുടക്കമായിരുന്നു ഇന്ന്. 1:44 എന്ന കൃത്യസമയത്ത് നമ്മുടെ ഇന്ത്യ കയറി അങ്ങ് അടിച്ചു. ആ അടിയിൽ സത്യത്തിൽ പാകിസ്ഥാൻ മനസ്സിലാക്കിയത് ചൈനയുടെ ചതി കൂടിയാണ്. ഇന്ത്യയെ ഭയപ്പെടുത്താനെത്തിയ പാക് യുദ്ധവിമാനവും പണി വാങ്ങിക്കൂട്ടുകയായിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ JF-17 വിമാനവുമായി പാകിസ്ഥാൻ എത്തി. ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം നിർവഹിച്ചത്. ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാനില്ല എന്നുകൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ. വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചെട്ടുന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പൊള്ളത്തരങ്ങളാണ്. ചൈനയിൽ നിന്നും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ. ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചു കൊടുത്തത്. ഇതോടെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയായിരുന്നു എന്ന് പാകിസ്ഥാനും തിരിച്ചറിഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ 15ാം നാളാണ് ഇന്ത്യയുടെ തിരിച്ചടി. പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആദ്യ വിവിധോദ്ദേശ JF-17 യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത പാകിസ്ഥാന് ചൈന കൈമാറിയത് 2019-ലാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് 2007-ൽ കൈമാറിയിരുന്നു. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് 2017-ലാണ് തുടങ്ങിയത്. ചൈനയുടെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഈ ചാങ്ഷാ 5712 വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച വിമാനം പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യമാണ് ചൈന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധവിമാന കൈമാറ്റം 2019-ൽ നടത്തിയത്. ഇന്ത്യയുടെ തേജസ് മുന്നിൽ JS-17 ഒന്നുമല്ല എന്ന വിലയിരുത്തൽ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ച് അറിയുകയാണ്. മുമ്പും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും സംഭവിക്കുകയാണ്. JF-4 വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് 4 വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. പാക് ചൈനീസ് 4 വിമാനത്തെക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് തേജസ് മികച്ചു നിൽക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ. ക്വാഡ് പ്ലേറ്റ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, ഭാരം കുറഞ്ഞ ബോഡി, അമേരിക്കയുടെ GE-404 എഞ്ചിൻ, മൈക്രോ പ്രൊസസർ നിയന്ത്രിത യൂണിറ്റി കൺട്രോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ്. തേജസ് ഇതുവരെ സാങ്കേതിക തകരാർ പ്രകടമാക്കുകയോ തകരുകയോ ചെയ്തിട്ടില്ല. തേജസ് വിമാനത്തിന്റെ എഞ്ചിനും കോക്പിറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും അടക്കം 45 മിനിറ്റിനുള്ളിൽ മാറ്റിവെക്കാൻ സാധിക്കും. ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ്. 30 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട്. 18 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനവും ആകാശ് എത്തും. 45 കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട്. പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് കഴിയും. യഥാർത്ഥ നിയന്ത്രണ മേഖലയിൽ ചൈനയുടെ ഭീഷണി നിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച ഇന്ത്യൻ വ്യോമസേന കരുത്തുകാട്ടിയിരുന്നു. ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയർ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണങ്ങൾ. നേരിട്ട് തൊടുത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ആകാശ് മിസൈലുകൾക്കൊപ്പം ഇഗ്ര മിസൈലുകളും പരീക്ഷിച്ചു. ഈ 2 മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിലും വിന്യസിച്ചിട്ടുണ്ട്. ആകാശ് മിസൈലുകൾ അടുത്തിടെ പരിഷ്കരിച്ചവയാണ്. ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാവുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ DRD പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയുടെ കൃത്യമായ മിസൈൽ മാൻ നൽകിയിട്ടുള്ള മിസൈൽ ഓപ്പറേഷനുകളുടെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നിന്നുമാണ് ഇതെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഏതായാലും ചൈനയുടെ കൊടും ചതിയിൽ വിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ.